ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീം വളരെ ദയനീയമായ പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച 4 മത്സരങ്ങളിലും പരാജയപ്പെട്ടു, ഒരൊറ്റ പോയിന്റ് പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം അങ്ങനെയല്ല, പിള്ളേര് പൊളിച്ചെടുക്കുകയാണ്. അതായത് RFDLൻ്റെ നാഷണൽ സ്റ്റേജ് മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ സെസ FCയെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം ജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ആദ്യം നിഷാമിൻ്റെ ഗോൾ പിറക്കുന്നു, പിന്നീട് വായ്പയുടെ ഗോൾ പിറക്കുന്നു. അങ്ങനെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സെസ FCയെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് മുന്നേ നടന്ന മത്സരം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഡെംബോയോട് ആദ്യം 2 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി. പിന്നീട് രണ്ടാം പകുതിയിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ്. ഏതായാലും RFDLൻ്റെ ഈ നാഷണൽ സ്റ്റേജ് മത്സരങ്ങളിൽ മികച്ച പ്രകടനമാണ് റിസർവ് ടീം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 മത്സരങ്ങൾ കളിച്ചപ്പോൾ 4ലും വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമനില വഴങ്ങേണ്ടി വന്നു, ഒരു തോൽവിയും വഴങ്ങേണ്ടി വന്നു. 13 പോയിന്റുകൾ ഇപ്പോൾ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രൂപത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ISLൽ ഈ പിള്ളേരെ വെച്ച് കളിക്കേണ്ടി വരുമോ എന്ന കമൻറ്റുകൾ പോലും ആരാധകർ ഉയർത്തി തുടങ്ങി. അതായത് ആ വ്യത്യാസം വളരെ പ്രകടമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം നല്ല എനർജിയോട് കൂടി കളിക്കുന്നത്, അല്ലെങ്കിൽ ഫൈറ്റിംഗ് സ്പിരിറ്റോട് കൂടി കളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ മറുഭാഗത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീം അങ്ങനെയല്ല, വളരെ മോശം പ്രകടനമാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.